ദൈവത്തിൻ്റെ സ്തോത്രം. അനുഗ്രഹീതമായ പ്രഭാതത്തിൽ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. 55-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു നിർണായകമായ തീരുമാനമെടുക്കുന്നതിനെയാണ് ഇത് കാണിക്കുന്നത്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്ന ആ തീരുമാനം കൈക്കൊള്ളുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഭക്തനെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആയതിനാൽ നമ്മൾ പലപ്പോഴും പ്രതിസന്ധികൾ ഏറി വരുമ്പോൾ മനുഷ്യരിൽ ആശ്രയം വയ്ക്കുവാനും മനുഷ്യരെ വിളിച്ചപേക്ഷിക്കുവാനും ഇടയായിത്തീരും. മനുഷ്യരെ വിളിച്ചപേക്ഷിക്കുന്ന നാം പല സന്ദർഭങ്ങളിലും മനുഷ്യരാൽ ത്യജിക്കപ്പെടുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ഹാസ്യപാത്രമായി തീരുകയും ചെയ്യും. കഷ്ടതയുടെ നാളുകളിൽ പലപ്പോഴും പരിഹാരം ലഭ്യമാകാതെ പോവുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും. ആയതിനാൽ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യും എന്നൊരു തീരുമാനം ഒരു ദൈവപൈതനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത് തന്നെയാണ്. വചനം പറയുന്നു, ദൈവം തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും, സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനായ ദൈവമാണ്. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും. വാത്സല്യ ദൈവജനമേ, കഷ്ടതയുടെ നാളുകളിൽ മനുഷ്യരോട് പറഞ്ഞ് മനുഷ്യരിൽ നിന്നും ലഭിക്കുന്ന സ്നേഹാർദ്രമായ ആ വാക്കുകൾ തൽക്കാലം കേട്ട് സായോജ്യമടഞ്ഞ് പിന്നത്തേത് നിരാശയിലും കണ്ണുനീരിലും ആണ്ടുപോകാതിരിക്കേണ്ടതിന് ഈ പ്രഭാതത്ത് സങ്കീർത്തനക്കാരനെ പോലെ നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് ദൈവം എന്നെ രക്ഷിക്കുവാൻ ഇടയായിത്തീരും. ആയതിനാൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് ദൈവത്തിൽ നിന്നുള്ള രക്ഷ പ്രാപിച്ച് ഈ നാളുകളിൽ മുന്നോട്ട് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം ഏവർക്കും കൃപ നൽകുമാറാകട്ടെ. മറക്കരുത്, തീരുമാനം ഇതാണ്: ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നൽകിയ തിരുവചനം പോലെ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്ന ഒരു തീരുമാനവുമായി തിരുസന്നിധിയിലേക്ക് വരുന്നു. കർത്താവേ, പലപ്പോഴും വേദനകൾ ഉയർന്നു വന്നപ്പോൾ മനുഷ്യരെ വിളിച്ചു, പക്ഷേ മനുഷ്യർ തൽക്കാലം സഹായിച്ചെങ്കിലും പിന്നത്തേതിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. ഈ പ്രഭാതത്തിൽ അതുകൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കും എന്ന തീരുമാനമെടുത്തിരിക്കുമ്പോൾ കർത്താവെ, ആ തീരുമാനത്തിൽ നിലനിന്ന് മുന്നേറുവാൻ അവിടുന്ന് എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും കൃപ നൽകി സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവജനം ഓരോരുത്തരും കുടുംബമായി ദൈവസന്നിധിയോട് അടുത്ത് മുന്നേറുവാൻ ഓരോരുത്തർക്കും കൃപ നൽകും. ഞാൻ പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, കേൾക്കണമേ. ആമേൻ, ആമേൻ.